ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തേക്ക് പോകേണ്ടത് നമ്മുടെ കോതമംഗലത്ത് നിന്നും തട്ടേക്കാടിലേക്കാണ് നമ്മൾ ആദ്യം എത്തേണ്ടത്. തട്ടേക്കാടിൽ നിന്ന് പിന്നെ കുട്ടമ്പുഴയിലേക്ക് പോകുന്ന വഴിക്കാണ് പോകേണ്ടത്. നമ്മൾ ഇപ്പോൾ കുട്ടമ്പുഴയിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ തട്ടേക്കാടിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്താണ് ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡ് ഉള്ളത്. നമുക്ക് അവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. നല്ല വിശാലമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല മലയോര റോഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് ദൂരം നമ്മൾ ഈ തട്ടേക്കാടിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടമ്പുഴയിൽ നിന്ന് തട്ടേക്കാടിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും, സ്വിറ്റ്സർലാൻഡിലേക്ക് പോകേണ്ട വഴി പറഞ്ഞു തരും. ഇവിടെ നമ്മൾ പോകുമ്പോൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ കാറ് ഈ റോഡിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഈ കുഞ്ഞു റോഡ് 150 മീറ്ററോളം അകത്തേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഇടുങ്ങിയ പാതയാണ്, അതുകൊണ്ടാണ് കാറൊന്നും കൊണ്ടുപോകരുതെന്ന് പറയുന്നത്. ബൈക്കിൽ പോകുന്നവർ ഇവിടെ ഈ ഒരു കാണുന്ന സ്പോട്ടിൽ മാത്രം വാഹനം വയ്ക്കുക, അകത്തേക്ക് ഇറക്കാൻ ശ്രമിക്കരുത്. നമ്മളിതാ ഇവിടെ വണ്ടി വെച്ചതിന് ശേഷം ആ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു വയലോരം പോലത്തെ ഒരു സ്ഥലമാണ്, പുൽമേടാണ്. അവിടേക്ക് നമ്മൾ ഇറങ്ങിയായിരുന്നു. ഇടയ്ക്കൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. അതാണ് ഈ സ്ഥലത്തിനെ കുറച്ചും കൂടെ ഭംഗിയാക്കുന്നത്. കുറേ കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. എങ്ങാണ്ട് ടൂർ വന്നതാണ്. കുറച്ച് കോളേജ് കുട്ടികളാണ്. അവർ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഏക്കറുകളോളം ദൂരത്തിൽ ഈ പുൽമേടും ഈ കൈതച്ചെടികളും ഒക്കെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരു മലയുടെ താഴ്വാരത്തിലാണ് ഈ സ്ഥലമുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഇടമലയാറ് ഒഴുകുന്നുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഈ കാണുന്ന മലയും നമ്മൾ കണ്ട ഇടമലയാറിൻ്റെ അക്കരെ ഭാഗവും രണ്ട് സൈഡും വനമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കാട്ടാനകൾ കുളിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങാറുമുണ്ട്. ഭൂതത്താൻകെട്ട് ഡാം ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്രയും വെള്ളം കൊണ്ട് മൂടും. പിന്നെ ഈ കാണുന്ന പുൽമേടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കയാക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു വിഷ്വൽ കണ്ടില്ലേ, ആ സ്ഥലം ഈ കാണുന്ന സ്ഥലമല്ല. അതെന്ന് പറയുന്നത് തട്ടേക്കാട് എത്തുന്നതിന് മുന്നേ, നമ്മൾ കോതമംഗലത്തിൽ നിന്നും തട്ടേക്കാട് എത്തുന്നതിന് മുന്നേ ഇടത് സൈഡിൽ, പാലത്തിന് തൊട്ട് ഇടത് സൈഡിൽ കാണുന്ന ഒരു പുൽമേടാണ്. ഇതുപോലെ ഒരു പുൽമേട് തന്നെയാണ് അതും. പക്ഷേ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമല്ല. കുറച്ച് എന്നാലും ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കായിട്ട് ആൾക്കാർ അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ എത്തുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ പുൽമേടിലേക്ക് വാഹനം ഇറക്കുകയോ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയുകയോ ചെയ്യരുത്. അങ്ങനെ ഇട്ടിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം അവർ തൂത്തൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം നേരെ തിരിച്ചു പോകുന്നത് തട്ടേക്കാട് വഴിയാണ് പോകുന്നത്. ഈ ഇട സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.